ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. സകല കർമ്മങ്ങളും ഈശ്വര അർപ്പണമായി ചെയ്യണം. നമ്മുടെ കർമ്മം ഈശ്വര അർപ്പണമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സ്വാഭാവികമായും പ്രസാദമായിരിക്കും. അർപ്പണഭാവം വന്നാൽ അതിൽ നിന്ന് വന്നു ചേരുന്നത് പ്രസാദമായിരിക്കും. പ്രസാദത്തിൽ ആരും ബദ്ധരാവാറില്ല. പ്രസാദ മനോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുണവിചാരങ്ങളില്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഭഗവാന്റെ പ്രസാദമാണെന്ന ചിന്തയായിരിക്കും. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ദുഃഖമുണ്ടെങ്കിൽ സുഖവും ഉണ്ടാകും. ഏതെങ്കിലും ഒന്നു മാത്രം മതിയെന്ന് പറയാനാകില്ല. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ആരെങ്കിലും നമ്മെ നിന്ദിക്കുന്നുണ്ടാവും. ആരെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം പറയുന്നുണ്ടാകും. ജീവിതത്തിൽ ദ്വന്ദ്വങ്ങൾ ആവശ്യമാണ്. അത് മാറ്റാനാകില്ല. ദ്വന്ദ്ങ്ങളോടുള്ള മനോഭാവമാണ് മാറ്റുക. പ്രസാദ ബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ദ്വന്ദ്ം വരില്ല. കർമ്മങ്ങളിലൂടെ ഭഗവാനെ പൂജിക്കുക എന്ന ഭാവന ആർക്കുണ്ടോ അവരെ സംബന്ധിച്ച് ഫലം പ്രസാദമായിരിക്കും. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം. ഇനി രാമായണ ദർശനം. ശ്രീരാമനെ കാണുന്ന മാത്രയിൽ രാമ എന്ന് വിളിച്ച് ദശരഥൻ ബോധശൂന്യനാകുകയാണ്. അന്തപുര സ്ത്രീകൾ വാവിട്ട് നിലവിളിക്കുന്നു. വസിഷ്ഠമുനിയും മറ്റുള്ളവരും ഭയചകിതരായി അന്തപുരത്തിലേക്ക് ഓടിയെത്തുന്നു. ഈ സന്ദർഭമാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് രാമായണ ദർശനത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അത്യന്തം ദുഃഖിതനായി
ദശരഥ രാജാവ് കിടക്കുന്നത് രാമനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. രാത്രി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് വേഗം രാമനെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് സുമന്ത്രരോട് കൽപ്പിച്ചു കൈകേയി. സുമന്ത്രരാകട്ടെ രാജശാസനത്തിന് കാത്തു. രാജാവും രാമനെ കാണാൻ ആഗ്രഹിച്ചു. കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സുമന്ത്രർ രാമഭവനത്തിലെത്തി. രാമനാകട്ടെ സുമന്ത്രരോട് കൂടെ ഉടനെ തന്നെ പുറപ്പെടുകയാണ്. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശ്വസമുത്ഥായ സംഭ്രമാത് ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ രാമൻ തയ്യാറായി. സുമന്ത്രൻ്റെ കൂടെ അതേ രഥത്തിൽ യാത്രയായി. ലക്ഷ്മണനും കൂടെ അതേ രഥത്തിൽ യാത്രയായി. ഇവിടെ ലക്ഷ്മണൻ കൂടെ ചെന്നു എന്നുള്ളത് എല്ലാ രാമായണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വാൽമീകീയ രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും ഒരുപോലെ. എന്നാൽ ദശരഥനരികെ പോയി സംഭാഷണം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മണൻ കൂടെ ഇല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ലക്ഷ്മണൻ കൂടെ രഥത്തിൽ യാത്ര ചെയ്യുകയും അച്ഛൻ്റെ അന്തഃപുരത്തിനകത്തേക്ക് രാമൻ മാത്രം കയറിപ്പോവുകയും അങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലക്ഷ്മണൻ പുറത്ത് രഥത്തിൽ തന്നെ കാത്തിരുന്നു, അഥവാ പുറത്ത് കാത്തിരുന്നു. അതുകൊണ്ട് ശ്രീരാമൻ അകത്തേക്ക് ചെന്ന് അച്ഛൻ്റെ ഇരു കാലുകളും പിടിച്ചു വന്ദിച്ച് വീണ് നമസ്കരിച്ചു. ആ സമയത്ത് രാമനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പിടിക്കാനായിക്കൊണ്ട് രാജാവ് മുന്നോട്ടാഞ്ഞു. ഇരു കൈകളും നീട്ടി രാമായെന്ന് വിളിച്ചെന്നല്ലാതെ രാമൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മോഹിച്ച് ഭൂമിയിൽ വീണിതു ഭൂപനും. രാജാവ് ബോധം കെട്ട് ഭൂമിയിൽ വീണു. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. വളരെ ചുരുക്കി പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ വാൽമീകീയ രാമായണത്തിൽ നിന്ന് കുറേ അന്തരം സംഭവിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസവുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് രാജാവ് ബോധം കെട്ട് വീണ സമയത്ത് രാമൻ ഉടനെ എടുത്ത് ആശ്ലേഷിച്ച് അച്ഛനെ പൊക്കിയെടുത്തു, ബഹുമാനപൂർവ്വം തൻ്റെ മടിയിൽ കിടത്തി. ഇത് കണ്ട് അന്തഃപുര സ്ത്രീകളെല്ലാം ഉച്ചത്തിൽ കരയുവാൻ ആരംഭിച്ചു. ആ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് രാജസഭയിലിരിക്കുകയായിരുന്ന വസിഷ്ഠ മഹർഷി ഓടി അന്തഃപുരത്തിനകത്തേക്ക് വന്നു. ഇങ്ങനെയാണ് ഇവിടത്തെ വർണ്ണന. എന്നാൽ വാൽമീകി രാമായണത്തിൽ മറ്റൊരു പ്രകാരമാണ്. അവിടെ ശ്രീരാമനും ദശരഥനും കൈകേയിയും മാത്രമാണ് ആ മുറിയിൽ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ദുഃഖത്തെക്കുറിച്ചുള്ള ചോദ്യവും കൈകേയിയുടെ മറുപടികളും
രാമനോട് പറയാൻ അച്ഛന് ലജ്ജയുണ്ടെന്നുള്ളതും അതുകൊണ്ട് താൻ തന്നെ പറയാമെന്ന് പറഞ്ഞ് കൈകേയി പറയാൻ ആരംഭിക്കുന്നതും, എന്നാൽ താൻ പറയുകയാണെങ്കിൽ അത് പാലിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും, അങ്ങനെ രാമൻ പ്രതിജ്ഞ, അച്ഛന് വേണ്ടി എന്തും ചെയ്യുന്ന എന്നോട് എന്തേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും മറ്റും പറഞ്ഞ് വികാരനിർഭരമായ അനേക ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കപ്പെട്ടൊരു ഭാഗമാണത്. അങ്ങനെ രാമൻ എന്തും താൻ ചെയ്യും, താൻ അർത്ഥപരനല്ല, പരിശുദ്ധമായ ധർമ്മത്തെ സമാചരിക്കുന്ന ഋഷിക്ക് തുല്യം തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കൈകേയി ആവശ്യമുന്നയിക്കുന്നത്. ഒരു വ്യതിചലനവുമില്ലാതെ രാമൻ പറഞ്ഞു, ഇതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല, പ്രതിജ്ഞയിൽ നിന്ന് താൻ മാറില്ല, 14 വർഷം ഇന്ന് തന്നെ താൻ കാട്ടിലേക്ക് പോവുകയാണ്, ഭരതൻ രാജാവാകുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നല്ല. ആ സമയത്ത് വേഗം പോകാൻ വേണ്ടി തിരക്കാക്കുന്നു കൈകേയി. ഇതെല്ലാം കേട്ട് ഒന്നും പറയാൻ സാധിക്കാതെ വികാരവിവശനായി ദശരഥൻ കിടക്കുന്നു. അതിനു മധ്യേ പലപ്പോഴും ദശരഥൻ മൂർച്ഛിതനാവുന്നുണ്ട്. അങ്ങനെ ഈ സംഭാഷണമെല്ലാം കഴിഞ്ഞ ശേഷം വളരെ ഹൃദയത്തിൽ കുത്തുന്നത് പോലെ വീണ്ടും വീണ്ടും വേഗം തന്നെ കാട്ടിലേക്ക് പോകാൻ കൈകേയി രാമനെ തിരക്ക് കൂട്ടുന്നു. ആ സമയത്താണ് ദശരഥൻ വീണ്ടും കരയുന്നതും, ആ സമയത്താണ് നാരീജനങ്ങൾ വരുന്നതും വസിഷ്ഠനും മറ്റും എത്തിപ്പെടുന്നതും. അപ്പം പ്രധാനപ്പെട്ട സംഭാഷണം ദശരഥനും കൈകേയിയും ശ്രീരാമനും മാത്രമുള്ള അന്തഃപുരത്തിൽ വെച്ചിട്ടാണ്. എന്നാൽ ഇവിടെയാകട്ടെ രാമനും കൈകേയിയും തമ്മിലുള്ള സംഭാഷണം വസിഷ്ഠൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ്. ലക്ഷ്മണൻ അകത്ത് ചെന്നോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരു കാരണവശാലും ലക്ഷ്മണൻ അകത്ത് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ലക്ഷ്മണൻ്റെ സാന്നിധ്യത്തിൽ അത്തരം വാക്യങ്ങൾ കൈകേയി പറഞ്ഞാൽ അവിടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മണൻ അകത്തേക്ക് പോയിട്ടില്ലെന്നും പുറത്ത് കാത്തു നിൽക്കുകയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അച്ഛനെ എടുത്ത് ആശ്ലേഷിച്ച് രാമൻ തൻ്റെ മടിയിൽ കിടത്തി. വസിഷ്ഠമുനിയും മറ്റും വളരെ വേദനയോടുകൂടെ വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സത്യധർമ്മം എന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടവന്റെ അവസ്ഥയാണ് ദശരഥൻ അനുഭവിക്കുന്നത്. അച്ഛനെ രക്ഷിക്കാൻ മൂത്ത പുത്രൻ എന്ന നിലയിൽ രാമന് മാത്രമേ കഴിയൂ എന്ന് കൈകേയി പറയുന്നു. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മത്തിലേക്ക്. ഇനി സനാതനധർമ്മത്തിലേക്ക്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ദുഷ്ചിന്തകൾ യഥാർത്ഥത്തിൽ അശാന്തി ഉണ്ടാക്കുന്നത് നമ്മിൽ തന്നെയാണ്. അത് നമ്മുടെ സ്വഭാവത്തെ മലിനമാക്കുന്നു. ആ സ്വഭാവ ദുർഗന്ധം മറ്റുള്ളവരെ അസഹ്യരാക്കുന്നു. ദുഷ്ചിന്തകൾ അകറ്റാനുള്ള ചില സദ്വിചാരങ്ങളെക്കുറിച്ചാണ് ബ്രഹ്മചാരിണി അമൃത ചൈതന്യ സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മ പറയുന്നു, ലോകത്തിൽ നിന്ന് പകയും വിദ്വേഷവും തുടച്ചു നീക്കുവാനുള്ള ശ്രമം തുടങ്ങുന്നത് അതേ പകയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുന്നതിലൂടെയാണ്. ഞാൻ അമ്മയെ നേരിൽ കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മുതൽ സ്വപ്നങ്ങളിൽ ഞാൻ അമ്മയെ കാണുമായിരുന്നു. അമ്മയുടെ ചില ഫോട്ടോസ് മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. സ്വപ്നത്തിൽ അവയെല്ലാം ജീവനെടുത്തു വന്നതുപോലെ തോന്നുമായിരുന്നു. അതിൽ ഒരു സ്വപ്നം ഇപ്പോഴും ഞാൻ വ്യക്തമായി ഓർക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാവരുമായും സൗഹൃദത്തിലായിരുന്നു. പക്ഷേ ഒരു കുട്ടി ധരിച്ചിരുന്ന പ്രത്യേകതര വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്ന മേക്കപ്പും എൻ്റെ മനസ്സിനെ അവളിൽ നിന്നും അകറ്റി നിർത്തി. മുൻവിധിയോടെയാണ് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നത്. അന്ന് ഞാൻ കണ്ട സ്വപ്നത്തിലെ അമ്മ ഞാൻ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയായിരുന്നു. വെള്ളസാരി എടുത്ത സുന്ദര രൂപം. പക്ഷേ ഫോട്ടോയിൽ നിന്നും ഒരു വലിയ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു. സാരിയുടെ മുകളിൽ ആഷ് കളറിലുള്ള ഒരു നീണ്ട കാൽമുട്ട് വരെയുള്ള ഒരു കോട്ട് ധരിച്ചിരിക്കുന്നു. അമ്മ കോട്ട് ധരിച്ച ഫോട്ടോസ് ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ കോട്ട് എനിക്ക് നല്ലവണ്ണം പരിചയമുള്ള പോലെ തോന്നി. ഞാൻ സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോൾ അമ്മ ധരിച്ച കോട്ട് ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടി.
എൻ്റെ ക്ലാസ്സിലെ ഞാൻ ഇഷ്ടപ്പെടാത്ത ആ കുട്ടി ധരിക്കുന്ന കോട്ടായിരുന്നു അമ്മ എന്നെ ധരിച്ചു കാണിച്ചത്. ആ കുട്ടിയെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും അമ്മ കാണിച്ചു തന്ന ആ സ്വപ്നത്തിന് ശേഷം എനിക്ക് സാധിച്ചു. എല്ലാവരോടും സഹിഷ്ണുതയോടെ കാരുണ്യത്തോടെ പെരുമാറാൻ ഞാൻ പഠിക്കണം. ഈ സന്ദേശമാണ് അമ്മ എനിക്ക് ആ സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നത്. ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണരാൻ നാം ഒരു ടോർച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിക്കണം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എന്താണെന്നും അവർക്കെതിരെ വെച്ചു പുലർത്തുന്ന പകയും മുൻവിധികളും എന്താണെന്നും സ്വയം ഉള്ളിലേക്ക് നോക്കി മനസ്സിലാക്കണം. നമ്മുടെ ദുശ്ചിന്തകളെ അകറ്റുമ്പോൾ നമുക്ക് തന്നെയാണ് ആദ്യം പ്രയോജനം ലഭിക്കുക. നമ്മുടെ ഹൃദയത്തിലേക്കാണ് വെളിച്ചം കടന്നു വരിക. അമ്മ ഒരു കഥ പറയുന്നു. ഒരു ശിഷ്യൻ ഗുരുവിനോട് പരാതി പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്തിലെ വേദനകൾ ഞാൻ കൊണ്ടു നടക്കുന്നു. അത് ഉപേക്ഷിക്കാൻ എനിക്കാവുന്നില്ല. ഒരു ചാക്ക് നിറയെ പച്ചക്കറികൾ കൊടുത്തിട്ട് ഗുരു പറഞ്ഞു, ഇത് നീ എല്ലായ്പ്പോഴും ചുമക്കണം. ഞാൻ പറയുന്നവരെ ചാക്ക് നിലത്ത് വയ്ക്കരുത്. ശിഷ്യൻ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് സദാസമയവും പച്ചക്കറി ചാക്കും കൊണ്ടു നടന്നു. ഇരിക്കുമ്പോൾ മടിയിൽ വയ്ക്കും, ഉറങ്ങുമ്പോൾ മാറിൽ വയ്ക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പച്ചക്കറികൾ ചീഞ്ഞു ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അളിയും തോറും അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന വെള്ളം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. നെഞ്ചും പുരവുമെല്ലാം നനഞ്ഞു ചൊറിയാൻ തുടങ്ങി. നാറ്റവും ചൊരിച്ചിലും സഹിക്കാൻ വയ്യാതായപ്പോൾ അയാൾ ആ ചാക്കെടുത്തു ദൂരെ എറിഞ്ഞു. ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി ഗുരുവിനോട് പറഞ്ഞു, ഗുരു ക്ഷമിക്കണം, എനിക്ക് ആ ചീഞ്ഞു നാറുന്ന ഭാരം താങ്ങാനായില്ല. ഞാൻ ആ ചാക്ക് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. ഗുരു ശാന്തമായി ശിഷ്യനെ ഒന്ന് നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ മനസ്സിലും നീ ഒരു ചാക്ക് നിറച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ ദുഷിച്ച ചിന്തകളും കഴിഞ്ഞ കാലത്തിൻ്റെ വേദനകളും മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും എല്ലാമാണ്. ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നു ചീഞ്ഞു നാറി നിന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. അഴുകിയ പച്ചക്കറി ചാക്ക് വലിച്ചെറിഞ്ഞപ്പോലെ നീ ഈ ദുശ്ചിന്തകളുടെ ചാക്കും വലിച്ചെറിയണം. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ ആശ്വാസവും ആനന്ദവും നിറയും. നമ്മുടെ ദുശ്ചിന്തകളും വികാരങ്ങളും ആദ്യം ബാധിക്കുന്നത് നമ്മെ തന്നെയാണ്. ഈ ചാക്ക് താഴെ ഇറക്കി വയ്ക്കാനുള്ള പക്വതയും ശക്തിയും എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാകും? അമ്മ പറയുന്നു, നമുക്ക് മറക്കുവാനും പൊറുക്കുവാനും കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകും. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാം. അതിൽ കാണുന്ന മഹാത്മാക്കളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അവർ മഹാത്മാക്കളായിരുന്നു, അവതാരങ്ങളായിരുന്നു. ഞാനൊരു സാധാരണ മനുഷ്യൻ. അപ്പോൾ എനിക്ക് എങ്ങനെ ഇത്തരം മഹത് ഗുണങ്ങൾ വളർത്താനാകും എന്ന് പറയുന്നതിൽ ഒട്ടും കാര്യമില്ല. അവർ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു. നമുക്ക് സഞ്ചരിക്കേണ്ട പാതയിൽ ഉജ്ജ്വല പ്രകാശം നൽകുന്ന വിളക്കുകളായി അവർ തെളിഞ്ഞു നിൽക്കുന്നു. പടിപ്പടിയായി അവരിൽ നിറഞ്ഞിരിക്കുന്ന സദ്ഗുണങ്ങൾ ആവും വിധം ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കണം. നമുക്കത് സാധിക്കും. ശ്രീരാമൻ്റെ ആദർശ ജീവിതത്തിൽ നിന്നും നമുക്ക് വളരെയേറെ നല്ല കാര്യങ്ങൾ പഠിക്കാം. ഒരു തികഞ്ഞ പുത്രൻ, തികഞ്ഞ സഹോദരൻ, തികഞ്ഞ സുഹൃത്ത് എല്ലാമായിരുന്നു അദ്ദേഹം. തന്നെ ശത്രുവായി കണ്ട കൈകേയി മാതാവിനോട് പോലും ശ്രീരാമൻ സ്നേഹത്തോടെയും ആദരവോടെയും കൂടിയാണ് പെരുമാറിയത്. ചിത്രകൂടത്തിൽ വെച്ചു ഭരതൻ തൻ്റെ ജ്യേഷ്ഠനും യഥാർത്ഥത്തിൽ കിരീടാവകാശിയുമായ ശ്രീരാമനെ കാണാൻ വരുന്നു. അയോധ്യയിലേക്ക് തിരിച്ചു വന്നു രാജ്യഭാരം ഏറ്റെടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു. പല വാദങ്ങളും ഉന്നയിക്കുന്നു. തൻ്റെ മാതാവാണെങ്കിലും കൈകേയിയുടെ പ്രവൃത്തിയിൽ ഭരതൻ അമർഷം കൊള്ളുന്നു. ആ അവസരത്തിൽ കോപിതനായ ഭരതനോട് രാമൻ ഇങ്ങനെ പറയുന്നു, കാമാദ്വാ താതലോഭാദ്വാ മാത്രാ തുഭ്യം ഇതം കൃതം. നിനക്ക് വേണ്ടിയാണ് നിന്റെ അമ്മ ആഗ്രഹം കൊണ്ടോ ആർത്തി കൊണ്ടോ ഈ പ്രവൃത്തി ചെയ്തത്. ന തന്മനസി കർത്തവ്യം. അതിനാൽ അവരുടെ ആ പ്രവൃത്തിയെ നീ മനസ്സിൽ വയ്ക്കരുത്. വർത്തിതവ്യം ച മാത്രവത്. നിന്റെ അമ്മയായി തന്നെ അവരെ കാണണം. അവർ സ്വാർത്ഥത കാരണം തെറ്റ് ചെയ്തു, പക്ഷേ അവരോട് വിദ്വേഷം തോന്നരുത്. അത് ശരിയല്ല. ശ്രീരാമൻ സഹോദരനോട് പറയുന്നു, മാ രോഷം താം പ്രതി. ദേഷ്യം വച്ചു പുലർത്തേണ്ട. അത് മനസ്സിനെ കാർന്നു തിന്നാൻ വിടണ്ട. ഒരു പുത്രൻ എന്ന നിലയിൽ തന്നെ പെരുമാറണം. രാമൻ്റെ വിശാല മനസ്കതയും മനഃശക്തിയും സ്വഭാവശുദ്ധിയും ഈ വരികളിൽ പ്രകടമാണ്. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം നമുക്ക് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സഹപ്രവർത്തകരെക്കുറിച്ചോ അയൽക്കാരെക്കുറിച്ചോ
കുടുംബത്തിലെ മറ്റു അംഗങ്ങളെക്കുറിച്ച് പോലുമോ നമുക്ക് തോന്നുന്ന ദുശ്ചിന്തകളും കഴിഞ്ഞകാല വേദനകളും കൊണ്ട് നിറച്ച ഒരു ചാക്കുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അത് ഇറക്കി വയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങാം. അതിന് കഴിയുന്ന ഒരു വിശാല മനസ്കതയും മനഃശക്തിയും സ്വഭാവശുദ്ധിയും ഉണ്ടാകാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഹൃദയം വിടർന്നു സുഗന്ധം പരത്തുമാറാകട്ടെ. ജീവിതം ധന്യമായി തീരട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. മറ്റുള്ളവരെ ദുഷിക്കുന്നതിന് മുൻപ് വിവേകമാകുന്ന ടോർച്ച് ആദ്യം പ്രകാശിപ്പിച്ചു നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. വെളിച്ചം തെളിയുമ്പോൾ അവിടെ നന്മയുടെ പൂക്കൾ വിടരും. അത് മറ്റുള്ളവർക്ക് സൗരഭ്യമേകും, സന്തോഷം പകരും. അതായിരിക്കണം ജീവിത ലക്ഷ്യമെന്ന അനുഭവ അറിവുകൾ പങ്കിടുകയാണ് ബ്രഹ്മചാരിണി അമൃത ചൈതന്യ. ഇനി ദീപാരാധന. ഈശ്വരനെ ആരാധിക്കുന്നത് ഈശ്വരീയ ഗുണങ്ങൾ നമ്മളിൽ വളരാനാണ്. ഇതില്ലാതെ തന്നെ ആ ഗുണങ്ങൾ ഉൾക്കൊള്ളാനായാൽ പിന്നെ പ്രത്യേകിച്ചൊരു വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരൻ എന്നത് സത്യമാണ്. ആ ഉണ്മയെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു കുറവും സംഭവിക്കുന്നില്ല. മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.